എല്ലാവർക്കും സ്വാഗതം. ഞാൻ അനിത. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്ന് പറയുകയാണെങ്കിൽ ചുരിദാറിന്റെ അൺസ്റ്റിച്ചഡ് ആയിട്ടുള്ള ചുരിദാർ കളക്ഷൻസ് ആണ്. നമുക്ക് രണ്ട് ടൈപ്പിലുള്ള ചുരിദാർ കളക്ഷൻസ് വരുന്നുണ്ട്. ഒന്ന് പ്യൂർ കോട്ടണിൽ വരുന്നു, ഒന്ന് ലിനൻ സ്റ്റഫിൽ വരുന്നു. രണ്ടും നമുക്ക് ഈ ക്ലൈമറ്റിലൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന നല്ല അടിപൊളി കളക്ഷൻസ് ആണ് ഇന്നത്തെ വീഡിയോസിൽ വരുന്നത്. നമുക്ക് ഓരോന്നായിട്ട് കണ്ടു നോക്കാം. ഇന്നത്തെ ഫസ്റ്റ് ഷെയ്ഡ് വരുന്നത് നമ്മുടെ ബേസ് കളർ വരുന്ന ക്രീം ഷെയ്ഡ് തന്നെയാണ്. നല്ല പ്യൂർ കോട്ടണിൽ തന്നെ ഇതേപോലെ നല്ല ഭംഗിയുള്ള ഗോൾഡൻ യെല്ലോ ഷെയ്ഡിലും പ്ലസ് ബ്ലാക്ക് ഷെയ്ഡോട് കൂടി വരുന്ന ഇതേപോലത്തെ നല്ല ഭംഗിയുള്ള പ്രിന്റുകൾ ഫ്രണ്ടും ബാക്കും എല്ലാം വരുന്ന ഈ സെയിം പ്രിന്റ് തന്നെയാട്ടോ. ഇതാണ് ഇതുപോലെ. അതേപോലെ തന്നെ നമുക്കൊരു 48-49 ഇഞ്ച് വരെയൊക്കെ നമ്മുടെ ടോപ്പിന്റെ ലെങ്ത് നമുക്ക് വരും. ഷോള് വരുന്നത് നല്ല സോഫ്റ്റ് ആയിട്ട് വരുന്ന നല്ല ഒതുങ്ങിക്കിടക്കുന്ന ഷിഫോൺ ഷോളാണ്. അതിനകത്ത് പ്രിന്റുകൾ നോക്കിയ പ്രിന്റുകളാണെങ്കിലും നല്ല ഭംഗിയുള്ള പ്രിന്റുകളാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. ഇതുണ്ടോ, ഇതേപോലെ ഒരു സ്പ്രെഡിങ് വർക്ക് പ്രിന്റ് ഷോളിന്റെ എൻഡ് ഭാഗത്ത് നമ്മുടെ ടോപ്പിന്റെ പോലെ തന്നെ വരുന്ന പ്രിന്റുകളാണ് ഷോളിന്റെ എൻഡ് ഭാഗം. നല്ല വീതി നീളമൊക്കെയുള്ള ഷോളാട്ടോ. ബോട്ടം നോക്കി, ബോട്ടം വരുന്നത് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ തന്നെയാണ്. അത് നമ്മുടെ ടോപ്പിന്റെ അതിനകത്ത് വരുന്ന പ്രിന്റിന്റെ പാറ്റേൺ തന്നെ കളർ കോമ്പിനേഷനാണ് ബോട്ടത്തിന് വരുന്നത്. റേറ്റ് വരുന്ന 1450 രൂപ വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ്. നമുക്കിതിന്റെ അടുത്ത ഷെയ്ഡിലേക്ക്. നെക്സ്റ്റ് വരുന്നത് പ്യൂർ കോട്ടൺ തന്നെയാണ് വരുന്നത്. ബേസ് കളർ സെയിം തന്നെയാണ്. ഇതിനകത്ത് വരുന്ന കോമ്പിനേഷൻ പ്രിന്റിൽ വരുന്ന കോമ്പിനേഷൻ മാത്രം വ്യത്യാസം വരുന്നുള്ളൂ. പ്രിന്റിൽ വരുന്ന കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ നല്ല ഭംഗിയുണ്ട്. ഡാർക്ക് ബ്രൗൺ വിത്ത് ബ്ലാക്ക് കളർ കോമ്പിനേഷൻ ആണ് വരുന്നത്. ഇതുണ്ട് ഇതുപോലത്തെ. ഫ്രണ്ടും ബാക്കും എല്ലാം ഇതിന്റെ സെയിം തന്നെയാണ് വരുന്നത്. ഇതുണ്ട്, ഇത് നല്ല ലെങ്ത് ഉള്ള കോട്ടൺ ടോപ്പായിട്ട് വരുന്ന കോട്ടന്റെ ഇതാണ് വരുന്നത്. അതേപോലെ തന്നെ ഷോള് നോക്കി വളരെ സോഫ്റ്റ് ആയിട്ട് ബോഡിയിൽ ഒതുങ്ങി കിടക്കുന്ന ഷിഫോൺ ഷോളാണ് ഇതിന് വരുന്നത്. എൻ്റെ ഭാഗത്ത് ഇതേപോലെ തന്നെ ടോപ്പിന്റെ സെയിം പ്രിന്റ് വരുന്നുണ്ട്. ഇതിനകത്ത് പെയർ ചെയ്യുന്ന ബോട്ടം എന്ന് പറയുകയാണെങ്കിൽ ഇതിന്റെ കളർ കോമ്പിനേഷൻ വരുന്നത് നമ്മുടെ ടോപ്പിന്റെ കോമ്പിനേഷൻ വരുന്ന കളർ കോമ്പിനേഷനാണ് നമ്മുടെ ബോട്ടം കവർ ചെയ്യുന്നത്. റേറ്റ് വരുന്നത് സെയിം തന്നെയാണ്. 1450 രൂപ വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ്. നമുക്കിതിന്റെ അടുത്ത ഷെയ്ഡിലേക്ക് പോകാം. നെക്സ്റ്റ് വരുന്നത് നല്ല ഭംഗിയുള്ള ബേസ് കളർ സെയിം തന്നെയാണ്. കോമ്പിനേഷൻ കൊടുത്തിരിക്കുന്നത് നല്ലൊരു ഗ്രീൻ വിത്ത് ബ്ലാക്ക് കളർ കോമ്പിനേഷൻ ആണ് കൊടുത്തിരിക്കുന്നത്. പ്രിന്റ് ഒക്കെ സെയിം തന്നെ. ഇതുണ്ട് ഇതുപോലെ. ഷോള് നോക്കി അതേപോലെ തന്നെ നല്ല ഷിഫോൺ ഷോൾ, വളരെ സോഫ്റ്റ് ആയിട്ട് ഒതുങ്ങി കിടക്കുന്ന ഷിഫോൺ ഷോളാണ് വരുന്നത്. ഷോളിനകത്തും ഒരു മൾട്ടി കളറിൽ വരുന്ന പ്രിന്റുകൾ തന്നെയാണ് വരുന്നത്. ഷോളിന്റെ എൻ്റെ ഭാഗം ടോപ്പിന്റെ പ്രിന്റ് പോലെ തന്നെ സെയിം തന്നെ. ഇതിനകത്ത് കവർ ചെയ്യുന്ന ബോട്ടം എന്ന് പറയുകയാണെങ്കിൽ പ്യൂർ കോട്ടൺ തന്നെയാണ്. ബ്ലാക്ക് ഷെയ്ഡ്, അതായത് നമ്മുടെ ടോപ്പിനകത്ത് വരുന്ന പ്രിന്റിന്റെ കളർ കോമ്പിനേഷനാണ് ബോട്ടത്തിന് കൊടുത്തിരിക്കുന്നത്. റേറ്റ് വരുന്നത് സെയിം തന്നെയാണ്. 1450 രൂപ ഫ്രീ ഷിപ്പിംഗ് ആണ്. നമുക്ക് ഇതിന്റെ അടുത്ത ഷെയ്ഡിലേക്ക്. നെക്സ്റ്റ് വരുന്നതും നല്ല ഭംഗിയുള്ള ബേസ് കളർ സെയിം തന്നെയാണ്. കോമ്പിനേഷൻ ആയിട്ട് കൊടുത്തിരിക്കുന്നത് നല്ല ഭംഗിയുള്ള ബ്ലാക്ക് വിത്ത് ബ്രിക്ക് കളർ കോമ്പിനേഷനാണ്. ഇതുണ്ട് ഇതുപോലെ. ഇതുപോലെയാണ് ഇതിനകത്ത് എല്ലാത്തിലും വരുന്ന പ്രിന്റുകളൊക്കെ സെയിം തന്നെയാണ്. വളരെ നമുക്ക് ഈ ക്ലൈമറ്റിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല സ്റ്റഫ് തന്നെയാണ്. അതേപോലെ തന്നെ ഷോള് നോക്കി, ഷോളാണെങ്കിലും വളരെ ഒതുങ്ങി കിടക്കുന്ന ഷിഫോൺ ഷോൾ. അതിനകത്ത് അതേപോലെ തന്നെ വരുന്ന ആ ബ്രിക്കിൻ്റെയും ബ്ലൂവിൻ്റെയും കളറിൻ്റെയും കൂടെ കോമ്പിനേഷനിൽ ഇതേപോലെയുള്ള പ്രിന്റുകളാണ് ഫുള്ളും കൊടുത്തിരിക്കുന്നത്. ഷോളിൻ്റെ എൻഡ് ഭാഗം ടോപ്പ് പോലെ തന്നെ ഇതുണ്ടോ, ആ സെയിം പ്രിന്റാണ് അതിൻ്റെ എൻഡ് ഭാഗത്ത്, ഷോളിൻ്റെ രണ്ട് എൻഡ് ഭാഗത്ത് കൊടുത്തിരിക്കുന്നത്. ബോട്ടം വരുന്നതും സെയിം തന്നെ. ആ ഒരു നമ്മൾ ടോപ്പിന് കോമ്പിനേഷൻ വരുന്ന വിധത്തിലുള്ള ബോട്ടമാണ്. ആ ബ്രിക്കിന്റെ കളറാണ്. ബോട്ടത്തിന് വരുന്നത് പ്യൂർ കോട്ടണിൽ തന്നെയാട്ടോ വരുന്നത്. റേറ്റ് വരുന്നത് സെയിം തന്നെയാണ്. 1450 രൂപ വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ്. നമുക്കിതിന്റെ അടുത്ത ഷെയ്ഡിലേക്ക്. നെക്സ്റ്റ് വരുന്നത് ലിനൻ മെറ്റീരിയൽ. ഞാൻ പറഞ്ഞാലും ഓൾറെഡി രണ്ട് ടൈപ്പിലുള്ള മെറ്റീരിയൽസ്. നെക്സ്റ്റ് ഇനി വരുന്നതെല്ലാം ലിനൻ സ്റ്റഫിൽ വരുന്നതാണ്. ഇതാണെങ്കിലും നമുക്ക് വളരെ ഈസി ആയിട്ട് വാഷ് ചെയ്ത് ഈ ക്ലൈമറ്റ് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ല സ്റ്റഫ് തന്നെയാണ്. ഇത് നോക്കിയാൽ നല്ല ഭംഗിയുള്ള ഒരു അക്വാട്ടിക് ബ്ലൂ കളറിലാണ് വരുന്നത്. ബ്ലൂ ഷെയ്ഡിൽ യോക്ക് പോർഷൻ നോക്കി നല്ല രസമുള്ള ഒരു പ്രിന്റുള്ള മെറ്റീരിയലാണ് യോക്ക് പോർഷനിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. ചെറിയൊരു ഹൈലൈറ്റ് ചെയ്ത് ചെറിയൊരു സീക്വൻസ് വർക്ക് കൂടി അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ആ ഒരു ടോപ്പിന്റെ അക്വാട്ടിക് ബ്ലൂ കളറിൻ്റെ കോമ്പിനേഷൻ വരുന്ന ചെറിയൊരു സീക്വൻസ് വർക്ക് കൂടി, സീക്വൻസ് അല്ല കേട്ടോ, ആ ഒരു ചെറിയൊരു അതെ സീക്വൻസ് തന്നെയാണ്. സീക്വൻസിൽ വരുന്ന വർക്ക് ഇതേപോലെ ത്രെഡ് ഉപയോഗിച്ച് ഹൈലൈറ്റ് ചെയ്ത് ഇതേപോലെ സ്പ്രെഡിങ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. ബാക്കി വശം വരുന്ന പ്ലെയിൻ തന്നെയാണ് കേട്ടോ. ഷോള് നോക്കി, ഷോളാണെങ്കിലും ലിനനിലാണ്, പക്ഷേ ഇതേപോലെ ഫുൾ പ്രിന്റുകളോടുകൂടി, അതായത് മിഡിൽ ഭാഗത്ത് ഇതേപോലെ ഒരു ലൈൻസ് പാറ്റേൺ, രണ്ട് സൈഡിലും ഇതേപോലെ എല്ലാത്തിൻ്റെയും ടോൺ വരുന്നതൊക്കെ സെയിം തന്നെയാണ്. കുറച്ചും കൂടി ഡാർക്ക് ടോൺ വരുന്ന ബ്ലൂ ഷെയ്ഡാണ് ഷോളിൻ്റെ എൻഡ് ഭാഗത്ത് രണ്ട് സൈഡിലും ബോർഡറായിട്ട് കൊടുത്തിരിക്കുന്നത്. ഷോളാണെങ്കിൽ വളരെ സോഫ്റ്റ് ആയിട്ട് ഒതുങ്ങി കിടക്കുന്നതാണ്. അതുപോലെ തന്നെ നല്ല വീതി നീളമൊക്കെ ഉള്ള ഷോളായിട്ട് വരുന്നത്. ബോട്ടം നോക്കി, ബോട്ടം വരുന്നത് സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ സ്റ്റഫിൽ ആ സെയിം ടോണിൽ തന്നെയാണ് ബോട്ടം കവർ ചെയ്യുന്നത്. റേറ്റ് വരുന്നത് 1950 വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ്. നമുക്കിതിന്റെ അടുത്ത ഷെയ്ഡിലേക്ക്.
നെക്സ്റ്റ് വരുന്നത് നല്ല ലൈറ്റ് ഷെയ്ഡ് തന്നെയാണ്. ഇതിൻ്റെ എല്ലാ ചാർട്ടുകളൊക്കെ ലൈറ്റ് തന്നെയാണ്. ലൈറ്റ് പിസ്ത ഗ്രീൻ ഷെയ്ഡിലാണ് വരുന്നത്. ഇതിനകത്ത് വരുന്ന പാറ്റേൺസ് സെയിം തന്നെയാണ്. ആ പിസ്ത ഗ്രീൻ്റെ കളർ കോമ്പിനേഷൻ വരുന്നത് ആ ഒരു പ്രിന്റിൻ്റെ മെറ്റീരിയലാണ്. യോക്ക് പോർഷൻ ഹൈലൈറ്റ്, അതുപോലെ തന്നെ സ്വീഗൻസ് വർക്കും ഹൈലൈറ്റ് ചെയ്ത് വരുന്നുണ്ട് കേട്ടോ. താഴ്ഭാഗത്തേക്ക് ഇതേപോലെ ചെറിയൊരു സ്പ്രെഡിങ്, ആ ഒരു സ്വീഗൻസ് കൊണ്ട് തന്നെ ചെറിയൊരു സ്പ്രെഡിങ്ങും വരുന്നുണ്ട്. എൻ്റെ ഭാഗത്ത്, ടോപ്പിൻ്റെ എൻ്റെ ഭാഗത്തായിട്ട് എൻ്റെ ഓഫ് ദ ടോപ്പ് ഇതുപോലെ ഇതുണ്ട്. ഇതേപോലെ ചെറിയൊരു ഭംഗിയുള്ളൊരു ക്രോഷ്യാലീസ് കൂടി വരുന്നുണ്ട് കേട്ടോ. ഷോള് നോക്കിയാൽ ഷോള് വരുന്നത് ലിനനിൽ തന്നെയാണ്. നമ്മൾ കണ്ട പോലെ സെയിം പ്രിന്റ്, കോമ്പിനേഷൻ മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ. സെയിം പ്രിന്റുകൾ തന്നെയാണ് ഷോളിനകത്ത് കൊടുത്തിരിക്കുന്നത്. ആ ഒരു ലൈറ്റ് ഗ്രീൻ ടോണിൽ തന്നെ. ഷോളിൻ്റെ എൻ്റെ ഭാഗത്തായിട്ട് നല്ല ഭംഗിയുള്ള ടാസിൽസ് വരുന്നുണ്ട്. ബോട്ടം കവർ ചെയ്ത് സെയിം ടോണിൽ തന്നെ, ആ ഒരു ഗ്രീൻ കളർ ടോണിൽ തന്നെ വരുന്ന കോട്ടൺ സ്റ്റഫിലാണ് ബോട്ടവും കവർ ചെയ്യുന്നത്. റേറ്റ് വരുന്നത് 1950 വിത്ത് ഫ്രീ ഷിപ്പിംഗ്. നമുക്ക് ഇതിന്റെ അടുത്ത ഷെയ്ഡിലേക്ക്. നെക്സ്റ്റ് വരുന്നത് നല്ല ഭംഗിയുള്ള ഡസ്റ്റി പിങ്ക് ഷെയ്ഡാണ്. ലൈറ്റ് ഓൺ തന്നെയാണ് വരുന്നത്. ഇതിനകത്ത് വരുന്ന യോക്ക് നോക്കി അതിനോട് കോമ്പിനേഷൻ വരുന്ന പ്രിന്റുകളാണ് ഇതിനകത്ത് യോക്കായിട്ട് കൊടുത്തിരിക്കുന്നത്. ഇതിനകത്ത് ചെറിയ സീക്വൻസിന്റെ സ്പ്രെഡിങ് വർക്ക് വന്നിട്ടുണ്ട്. നല്ല ഭംഗിയുള്ള ഒരു കളർ ടോൺ തന്നെയാണ്. നമുക്ക് എല്ലാം ഇതിന്റെ ടോൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ ഷെയ്ഡും എല്ലാവർക്കും ചേരുന്ന നല്ല ലൈറ്റ് ചാർട്ടിൽ വരുന്ന ഷെയ്ഡുകളാണ്. ഷോള് വരുന്നതും അതേപോലെ തന്നെ അതിന്റെ കോമ്പിനേഷൻ വരുന്ന ഷോളാണ് കൊടുത്തിരിക്കുന്നത്. ഇതാണ് ഇതുപോലെ. രണ്ട് സൈഡിൽ ഹൈലൈറ്റ് ചെയ്ത് ബോർഡർ വരുന്നുണ്ട്. മിഡിൽ ഭാഗത്ത് ആ ലൈൻസ് തന്നെ. ബോട്ടം നോക്കി ബോട്ടം വരുന്നത് സോഫ്റ്റ് ആയിട്ടുള്ള ബോട്ടമിൽ സെയിം കളർ ടോണിൽ തന്നെ. റേഞ്ച് വരുന്നത് സെയിം തന്നെയാണ്, 1950 വിത്ത് ഫ്രീ ഷിപ്പിംഗ്. നമുക്ക് ഇതിന്റെ അടുത്ത ഷെയ്ഡിലേക്ക്. നെക്സ്റ്റ് വരുന്നത് നല്ല ഭംഗിയുള്ള പൗഡർ ബ്ലൂ ഷെയ്ഡിലാണ്. നല്ല ബ്ലൂ ഷെയ്ഡാണ് വരുന്നത്. ഇതിനകത്ത് വരുന്ന യോക്ക് പോർഷൻ അതേപോലെ തന്നെ അതിന്റെ കളർ കോമ്പിനേഷൻ വരുന്നത് ആ ഒരു പ്രിന്റ് തന്നെയാണ് ഇതിനകത്ത് യോക്കിലും ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. താഴ്ഭാഗത്തേക്ക് ഇതേപോലെ സ്പ്രെഡിങ് സ്വീറ്റ്സ് വരുന്നുണ്ട്. ബാക്ക് വശം വരുന്നത് ഇതേപോലെ പ്ലെയിൻ തന്നെയാണ് കേട്ടോ. ഷോള് വരുന്നത് അതിന്റെ കളർ കോമ്പിനേഷൻ വരുന്നത് ഇതാണ്. ഇതേപോലെ നല്ലൊരു ഭംഗിയുള്ള ലൈൻസ് വരുന്നുണ്ട്. കൂടാതെ രണ്ട് സൈഡിലും അതിന്റെ തന്നെ ടോണിൽ വരുന്ന പ്രിന്റുകൾ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. എൻ്റെ ഭാഗത്തും അതേപോലെ തന്നെ നല്ല ഭംഗിയുള്ള ടാസൽസും അതിനകത്ത് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ബോട്ടം നോക്കിയാൽ ബോട്ടം വരുന്നത് ആ സെയിം ടോണിൽ, നമ്മുടെ ടോപ്പിന്റെ സെയിം ടോണിൽ വരുന്ന ബോട്ടം കോട്ടൺ സ്റ്റഫിലാണ് കൊടുത്തിരിക്കുന്നത്. റേഞ്ചും സെയിം തന്നെ, 1950 വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ്. നമുക്ക് ഇതിന്റെ അടുത്ത ഷെയ്ഡിലേക്ക്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ അൺസ്റ്റിച്ചഡ് ആയിട്ടുള്ള ചുരിദാറിന്റെ കളക്ഷൻസ് ഒക്കെ നിങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെട്ടു നമ്മൾ പ്രതീക്ഷിക്കണം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഐറ്റംസ് എന്നത്തെ പോലെ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സാപ്പിലും ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഷോപ്പ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് എറണാകുളം ജില്ലയിലെ കോതമംഗലത്താണ്. കോതമംഗലത്ത് തിയേറ്ററിന്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിലാണ് നമ്മുടെ ഷോപ്പ് പ്രവർത്തിക്കുന്നത്. നിങ്ങൾക്ക് ഡയറക്റ്റ് വന്ന് നമ്മുടെ ഷോപ്പിൽ നിന്ന് പർച്ചേസ് ചെയ്യാം കേട്ടോ. അപ്പോൾ വിത്ത് ഡിസൈഡ് പുതിയ എപ്പിസോഡുമായി കാണുന്നവരെല്ലാവർക്കും ബൈ ബൈ.